ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു. അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ തന്നെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി. എനിക്ക് അച്ഛനും കുറച്ച് വിശ്രമം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്തെ ഞാൻ വരണോ? അല്ലല്ലോ വരണം. അത് ഞാൻ പറഞ്ഞ് ഇതിനെ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അല്ല, ഈ പടത്തിൻ്റെ ആദ്യം പോലെ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വന്നില്ല പിന്നെ ആൾക്കാർ ചോദിക്കും അയാളവിടെ പോയത്. പിന്നെ എന്തുവാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ കാർത്തികയുടെ ആദ്യം എന്തൊക്കെ പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു. അത്രേ ഉള്ളൂ സിനിമയിലെ ഈ വോട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത്, ഇയാള് ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കകത്ത് അയാൾ നാട് വിട്ടുപോയി. കൊച്ചിക്കാരാണ് എല്ലാവരും. അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറെ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒത്തിരി കണക്ഷൻ പോയെന്ന് വരെ, പക്ഷെ അതങ്ങനെ കണ്ടാൽ കണക്ട് ആകും.